വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് യൂട്യൂബ് പറഞ്ഞ സംഭവം തുറക്കാനേ പറ്റണില്ല. എന്താ സംഭവം നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലാക്കല്ലോ. സാജിദ സാജി അങ്ങനെ ആക്കി, സാജിദ സാജി വേറെ കല്യാണം കഴിച്ചു, സാജിദ സാജിൻ്റെ മഹർ, സാജിദ സാജി ഹണി ട്രാപ്പ്, പല സംഭവങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയ അല്ല, യൂട്യൂബ് ഒരുപാട് ചാനൽ യൂട്യൂബേഴ്സ് അത് ഏറ്റെടുത്ത് നടക്കുക. സാജിദ സാജി എന്താണോ പറയണത് അതെല്ലാം ഇവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എന്തിനാ വെറുതെ അവരെ പിന്നാലെ തൂങ്ങുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സാജിദ സാജിൻ്റെ യൂട്യൂബിൻ്റെ ഒരു ഇതൊന്ന് കണ്ടു നോക്കിട്ടോ, എന്താ അവസ്ഥ എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. കുറച്ച് സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം. യൂട്യൂബ് തുറന്നാലൊരവസ്ഥ ഇതാണെന്ന് കണ്ടു നോക്കിയൊന്ന്. എന്തൊക്കെയാ വരുന്നത്. എന്തൊക്കെയാ വരുന്നത്. ഇത്രങ്ങാനും വീഡിയോസുകളാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്നും പറയാൻ വന്നതല്ല കേട്ടോ. ഞാൻ അവരെ എന്താ പറയുക, അവരെ റിയാക്ഷൻ ചെയ്യാനോ അവരെ വീഡിയോസ് എടുത്ത് ഇടാനോ ഒന്നും പറയാനല്ല. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണോ, ഈ കല്യാണം കഴിക്കലും സ്നേഹിക്കലും അത് പ്രായം കുറഞ്ഞ ആളാണെങ്കിലും പ്രായം കൂടിയ ആളാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു പേഴ്സണൽ വിഷയങ്ങളല്ലേ. അത് നമ്മളിപ്പോൾ അവർ എന്തൊക്കെയാണ് മഹറിന് ലോക്കറ്റില്ല, അങ്ങനെ കുറേ വീഡിയോസ് കാര്യങ്ങൾ, ഒരു റീൽസ് ഇട്ടതിന് ശേഷം അവൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് അങ്ങനെ. ഇപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്താ, ഞാൻ അവളെ കുറ്റം പറയാനോ അവളെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും വന്നതല്ല കേട്ടോ. കാരണം ഈ വിഷയം കൊണ്ട് ഒരുപാട് ഹറാസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ആ വ്യക്തിനെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം 5 മക്കളുള്ളൊരു സ്ത്രീയാണ് ആ സ്ത്രീ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയൻ്റെ കാരണം നാളെ അവരെന്തെങ്കിലും കടുങ്കൈ എന്തെങ്കിലും ചെയ്താൽ ഈ ചാനലുകളെല്ലാവരും അതിന് ഉത്തരവാദിയാവും. കാരണം കണ്ടമാനം അവരിട്ട് ഹറാസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് യൂട്യൂബ്. അപ്പോൾ എന്തിനാണ് ഇത് വേറെ ആൾക്കാരെ കാര്യങ്ങൾ ഇങ്ങനെ ഇത് ഒരു വീഡിയോസ് 2 വീഡിയോസൊക്കെ ഓക്കെ, പക്ഷേ ഇത് എന്താ പറയുക, അവരെ തന്നെ പിന്തുടർന്നാണ്ട് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ യൂട്യൂബേഴ്സ്. ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ഞാൻ കാണിച്ചെന്നില്ല, ഒരുപാട് വീഡിയോസുകൾ വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്രേ പറയണുള്ളൂ, ഞാൻ കൂടുതലൊന്നും പറയാൻ വരുന്നില്ല. സാജിദ സാജി എങ്ങനത്തെ ആളായിക്കോട്ടെ, ഞാൻ സപ്പോർട്ട് ചെയ്യാനും കുറ്റം പറയാനും ഒന്നും വന്നതല്ല. എങ്ങനത്തെ വ്യക്തി ആയിക്കോട്ടെ, ചെറിയ ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചു, അതൊക്കെ അവരെ പേഴ്സണൽ വിഷയം. പക്ഷെ അവരെ യൂട്യൂബിൽ ഇടുന്നത് എന്തെങ്കിലും വെറുതെ ഇത് എല്ലാവരും വലിച്ചു നീട്ടി ആ പെണ്ണിനെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു രീതിക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പോയിക്കൊണ്ട് നിൽക്കുന്നത്. അതിന് സാജിദ സാജിയും തെറ്റുകാരിയാണ്. കാരണം അവളെല്ലാം ഈ കാര്യങ്ങളെല്ലാം യൂട്യൂബിനോട് പറയുമ്പോൾ അതിന് വ്യക്തമായ മറുപടിയും കാര്യങ്ങളും കൊടുക്കണില്ല. ഇപ്പം ഇന്നലെ വന്നുകൊണ്ട് അവളെ കല്യാണം കഴിഞ്ഞിട്ട്
കഴിഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ഇത്രയും ദിവസം കല്യാണം കഴിഞ്ഞതിൻ്റെ കൊട്ടി ആഘോഷിക്കുകയും ചാനലാരാണെന്നുണ്ടെങ്കിലും പിന്നെ ഒരുപാട് ഇൻ്റർവ്യൂസ് വന്നുകൊണ്ടൊക്കെ കൊട്ടി ആഘോഷിക്കുകയും ചെറിയ ചെക്കനെ കല്യാണം കഴിച്ചു, അതാണ് ഇതാണ് മഹർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ഇന്നലെ സാജി എന്ത് പറഞ്ഞു, ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല, ഒരുപാട് ശല്യങ്ങൾ വന്നതുകൊണ്ട് ഞാൻ അവനെ വെറുതെ ഒരു കള്ളം പറഞ്ഞതാണ്. ഇപ്പം ഇന്നലെ മുതൽ അതായി എല്ലാവരുടെ ചാനലിലും, സാജി കല്യാണം തന്നെ കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തിനെ, അതും ഒരു സ്ത്രീനെ, വേറൊരാളെ സപ്പോർട്ടില്ലാത്തൊരു സ്ത്രീയാണ്, ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടില്ല, വീട്ടുകാരെ സപ്പോർട്ടൊന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ്, 5 മക്കളമ്മയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അവരിട്ട് കാണ്ട് എന്താ പറയുക ഹരാസ്മെൻറ്റ് ചെയ്താൽ, ദ്രോഹിച്ചാൽ ചിലപ്പം അവളെ മനസ്സ് മാറും. അവൾക്ക് എന്താ ഒരു കടുങ്കൈ ചെയ്യാല്ല ഇത് പ്രേരണ വരും. കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ് അവളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഹണി ട്രാപ്പ് വരെ എത്തി, അവരെ വിഷയങ്ങൾ ഹണി ട്രാപ്പിലാണ് അവൾ പെടുത്തിയിരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാർ പല രീതിയിൽ പറയുന്നുണ്ട്. അതിനെ ദ്രോഹിക്കണ്ട. കാരണം നിങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസാണ് ഈ ചാനൽ, ഞാനും റിയാക്ഷൻ ചെയ്യണതാണ്. പക്ഷേ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാം. കാരണം കൂടുതൽ അവരെ തന്നെ പിന്തുടർന്ന് എന്താണോ പറയണത് അതെല്ലാം ചെയ്ത് ഇത് അവർ ലാസ്റ്റ് എവിടേക്ക് എത്തുന്നതെന്ന് പഠിച്ചോനറിയാം. അപ്പോൾ എനിക്ക് പറയാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് യൂട്യൂബ് തുറക്കാനേ പറ്റണില്ല. എൻ്റെ മക്കൾ ചോദിക്കണേ ഏതാണ് ഈ സാജി, എന്താണ് ഈ സാജിൻ്റെ പ്രശ്നം. ചില ആൾക്കാർക്ക് ഒന്നും അറിയില്ല, യൂട്യൂബ് തുറന്നത് ഫുള്ള് ഇതല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ വരാൻ കരുതിയത് ഈ ഒരു സംഭവമാണ്. ഒരുപാട് അവളെ പിന്നാലെ പോയാണ്ട് ദ്രോഹിക്കരുത്. കാരണം സ്ത്രീകളാണ്, അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറ്റും. പക്ഷെ പിന്തുടർന്നേ നിന്നാണ്ട് അവരെ ദ്രോഹിക്കാൻ നിൽക്കരുത്. എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. കാരണം ഒരു സ്ത്രീയാണ്, 5 മക്കളുള്ള ഉമ്മയാണ്. ആ മക്കളെ ഓർത്തെങ്കിലും ആ പെണ്ണിനെ, ആ പാവത്തിനെ വെറുതെ വിട്. കാരണം അവൾ എന്തെങ്കിലും ചിലപ്പോൾ പക്വതയില്ലായ്മ ഉണ്ടോ, ഒറ്റക്കായും കൊണ്ടുള്ള പ്രശ്നങ്ങളോ കൊണ്ടൊക്കെ കാരണം പറയണത്. പക്ഷെ അവൾ പറയണത് എന്താണോ അതനുസരിച്ചെടുത്ത് ബാക്കിയുള്ള ചാനലുകാർ മൊത്തം ഇത് ഏറ്റെടുത്ത് ഒരു എന്താ പറയുക മുത്തുമാല പോലെ കോർത്ത് പോവുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചെന്ന സ്ക്രീൻ റെക്കോർഡ് ഉണ്ടല്ലേ, ഇതൊന്നുമല്ല, ഇത് എത്രയോ ഉണ്ട് എല്ലാ ചാനലുകാരും. പക്ഷെ അവർക്കൊക്കെ നല്ല റീച്ചും കാര്യങ്ങളും കിട്ടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഓക്കെ. ഇപ്പം ഈ വിഷയം നടന്നുകൊണ്ടിരിക്കണോണ്ട് എല്ലാവരും ഇത് എടുത്തിടുന്നതുകൊണ്ടാണ് എല്ലാവരും കാണുന്നുണ്ട്, എല്ലാവരുടെ ചാനലും വൈറലാണുണ്ട്, എല്ലാവരുടെ ചാനലും റീച്ച് ആവുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ള സംഭവം ഇത്രയേ ഉള്ളൂ. ഉപദ്രവിക്കരുത്. മാക്സിമം എന്താ പറയുക നമ്മളെ കൊണ്ട് പറ്റുന്ന 1-2 വീഡിയോ ചെയ്യുക. പിന്നെ കൂടുതൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്താണ്ട് ആ സ്ത്രീനെ ഒരു അപകടത്തേക്ക് വരുത്തരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. 5 മക്കളുള്ള ഉമ്മയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് ചെയ്യുമ്പോൾ കരുതി ചെയ്യുക. ഇങ്ങനെ പിന്നാലെ കൂടിയാണ്ട് ഇതന്നെ എടുത്തും കൊണ്ട് ഇടാൻ നിൽക്കണ്ട. വേറെ എത്രയോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.